ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ്. പ്രത്യേകിച്ച് ഇതിൽ റെസിപ്പീസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങൾ, പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ പെരുന്നാളായാൽ ആദ്യം തന്നെ ഓർമ്മ വരൽ നമ്മൾ മൈലാഞ്ചി ഇടുന്നതല്ലേ. അപ്പോൾ ഞാനിതാ എൻ്റെ മോൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നും കാണാനില്ല. അവൾ അപ്പുറം ഫോണിലൊക്കെ കുത്തിയിരിക്കുകയാണ്. ഞാൻ കൈയൊക്കെ പിടിച്ച് വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്കാണെങ്കിൽ മൈലാഞ്ചി, മുല്ലപ്പൂവൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങളാണ്. പൊതുവെ പെരുന്നാളിന് മാത്രമല്ലെങ്കിലും എൻ്റെ കയ്യിൽ എപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മൈലാഞ്ചി ഇട്ടതായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ മൈലാഞ്ചി ഇട്ടുന്നത്. അപ്പോൾ ഇത് അവൾക്ക് ഞാനവിടെ പിടിച്ച് വെച്ച് ഇട്ട് കൊടുക്കണ പോലെ ഇട്ട് കൊടുക്കുന്നതാണ്. ഒരു എയിമൊന്നുമില്ല അവൾ ഇരിക്കുന്നത്. അവൾ ഫോണിലെന്തോ ഗെയിം എന്തോ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് തലേ ദിവസത്തെ നമ്മളെ കാഴ്ച. അത് കഴിഞ്ഞപ്പോൾ ബാക്കി കയ്യിലിട്ട് കൊടുക്കാനായിട്ട് ജ്യേഷ്ഠൻ്റെ മരുമോള് വന്നിട്ടോ. അപ്പോൾ എൻ്റെ ഒരു കയ്യിൽ ഞാൻ തന്നെ എൻ്റെ കലാവാസനകളൊക്കെ പുറത്തെടുത്തു. നമ്മളൊക്കെ കിട്ടിയ ട്യൂബ് നല്ല കട്ടിയിൽ നല്ല ലൂസായിട്ടാണ് വരുന്നത്. അപ്പോൾ കിട്ടിയത് വെച്ചിട്ടുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഇതെൻ്റെ മോൻ്റെ കൈയാണ് കേട്ടോ. അപ്പോൾ അവനക്ക് ഇതുപോലെ എല്ലാ പെരുന്നാളിനും എഴുതി കൊടുക്കുന്ന ഒരു വേർഡാണ് ഈദ് മുബാറക്ക് എന്ന് എഴുതിയിട്ട് ഒരു സ്റ്റാർ വരക്കും. അത് എല്ലാ പെരുന്നാളിനും എഴുതി കൊടുക്കുന്നതാണ്. അപ്പോൾ അവനക്കും അത് ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ മോളെ മറ്റേ കയ്യിലും കൂടെ ഞാൻ മൈലാഞ്ചി ഇട്ടെടുത്തു. പിന്നെ ബാക്കിയുള്ള കയ്യിലൊക്കെ ജ്യേഷ്ഠൻ്റെ മരുമോളാണ് ഇട്ടെന്ന് കേട്ടോ. അപ്പോൾ പെരുന്നാൾ ദിവസം എല്ലാ വീട്ടിലെ തലേ ദിവസത്തെ കാഴ്ച ഇതൊക്കെ തന്നെ ആവും. നമ്മൾ വീട്ടമ്മമാരൊക്കെ കിച്ചണിലും ബാക്കിയുള്ളവരൊക്കെ ഇതുപോലെ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് ഞാൻ തലേ ദിവസം തന്നെ ഇട്ട് വെക്കട്ടെ. എൻ്റെ കയ്യിലേക്കുള്ളത് എനിക്ക് ഭയങ്കര ടെൻഷനായി, ഇടാൻ പറ്റിയില്ലെങ്കിലോ എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ ഇതാ മൈലാഞ്ചിയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ഞാൻ കാലത്തൊരു 5:30 ആകുമ്പോഴേക്കും കിച്ചണിലോട്ട് കയറിയതാണ്. അപ്പം കടല ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയുമാണ്. സാധാരണ എൻ്റെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അടയാണ് കേട്ടോ ഉണ്ടാക്കൽ. മധുരമുള്ള ഒരു അടയാണ്. ആ അട കഴിച്ചിട്ടാണ് നമ്മൾ കുളിച്ചിട്ട് പള്ളിയിലോട്ട് പോണത് നിസ്കരിക്കാൻ, ഈദ് നമസ്കരിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഈ അട ഒന്നുമല്ല. ഇവിടെ നമ്മൾ നോർമൽ എന്താണോ ഇപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ട് പത്തിരി, ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പത്തിരി ഉണ്ടാക്കും, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ തലേ ദിവസം ചെമ്മീൻ കറി ആയിരുന്നു. അപ്പോൾ ഇതിന് ചെമ്മീൻ കറി കുറച്ച് ബാക്കിയുണ്ട്, വറുത്തരച്ച ചെമ്മീൻ കറി ആയിരുന്നു ബാക്കിയുണ്ട്. എങ്കിലും ഞാൻ കുറച്ച് കടലൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് പുട്ടും കടലയാണ് ആക്കിയത് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട്. അപ്പം പുട്ട് നനച്ചതിലേക്കുള്ള ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും ഇങ്ങനെ ചെറിയ ഉള്ളി ഇട്ടിട്ട് പുട്ടുണ്ടാക്കാറുണ്ട്? എൻ്റെ നാട്ടിലത്താണ്. ഇവിടെ ഞാൻ ചെറിയ ഉള്ളി ഇട്ടിട്ട് കണ്ടിട്ടില്ല. ഇവിടെ നമ്മൾ തിളപ്പിക്കുന്ന വെള്ളത്തിൽ ജീരകം ഇടുന്നത് കാണാം ഇവർ പുട്ടിലേക്ക്. അപ്പോൾ ഇതാ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ സാധാരണ നോർമലായിട്ട് തലേ ദിവസം തന്നെ ബിരിയാണിക്കുള്ളതൊക്കെ ഉള്ളിയൊക്കെ തൊണ്ടളഞ്ഞ് വെക്കാറുണ്ട്. ഈ പ്രാവശ്യം സവാള ഒന്നും കളഞ്ഞു വെച്ചിട്ടില്ല. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ എല്ലാ പെരുന്നാളിനും ഗസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ, ഇക്കാടെ കുറച്ച് ഫ്രണ്ട്സായിട്ട്. അപ്പോൾ ഞാനിതാ ചിക്കനൊക്കെ നേരത്തെ കായം പുരട്ടി ഫ്രിഡ്ജിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് ബിരിയാണി വെക്കുന്നത് കേട്ടോ. അപ്പോൾ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല. ചിക്കൻ ബിരിയാണിയൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ നമ്മൾ പുട്ടും കടലയും അവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ചെമ്മീൻ കുറച്ച് കായം പുരട്ടി വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാനായിട്ട്. ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബീഫ് കഴിക്കാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് ചെമ്മീൻ കായം പുരട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പുറത്തെ ഒരു അടുപ്പിൽ, പുതിയ അടുപ്പാണ് കേട്ടോ, നമ്മളെ പെരുന്നാളിനാണ് ഉദ്ഘാടനം കഴിച്ചിട്ടുള്ളത്. അതിലേക്ക് ബീഫ് ഉലർത്താണ് കേട്ടോ ഇപ്പോൾ അവിടെ ചെയ്യുന്നത്. അത് ഞാനൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ പെട്ടെന്ന് കഴിയണമല്ലോ, നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ വേഗം കഴിയാനായിട്ട് ആ 2 സ്റ്റൗവിൽ നടക്കണില്ല. അപ്പോൾ ഇതൊന്നും എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതാ മോന് എണീറ്റ് വന്നിട്ടുണ്ട്. ഈദ് മുബാറക്കൊക്കെ തരികയാണ്. മറ്റാളൊരു ഉറങ്ങി എഴുന്നേറ്റിൽ ഒരു കിളി പോയ ഒരു ഇരിപ്പിരിക്കുകയാണ്. നമുക്കൊക്കെ ഉണ്ടാവില്ല ഉറങ്ങി എണീറ്റ ഇതുപോലെ ചെറുപ്പത്തിലൊരു ഇരിപ്പില്ലേ, അതുപോലെ ഇരിക്കുകയാണ്. അവൻ്റെ അടുത്ത് കുളിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കണത് ഇങ്ങനെ നോക്കിയിരിക്കുക. ഇപ്പോൾ കുളിച്ചിട്ട് പള്ളിക്ക് പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് പള്ളിയിൽ പോകാനൊന്നുമില്ലല്ലോ, വീട്ടിൽ തന്നെ അല്ലേ നിസ്കാരവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ഇരിക്കുകയാണ് ആള്. നോക്കണ്ടിട്ടുണ്ണി, ആ കാണുന്നത് എൻ്റെ കൈയല്ല കേട്ടോ, ഇക്കാടെ സിസ്റ്ററാണത്. ഇക്കാടെ സിസ്റ്റർ ഉണ്ടായിരുന്നു ഇവിടെ, മൂത്ത സിസ്റ്റർ ഇവിടെ ഉണ്ട്. അപ്പോൾ മൂപ്പരെ മക്കളൊക്കെ ഖത്തറിലാണ് കേട്ടോ. അപ്പോൾ ആൾ വന്നിട്ട് ഇപ്പോൾ കുറച്ചായി, 3 മാസമായി വന്നിട്ട്. അപ്പോൾ വന്നപ്പോൾ തന്നെ ലോക്ക്ഡൗണിൽ പെട്ട് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ പെരുന്നാളായപ്പോൾ നമ്മളെ വീട്ടിലോട്ട് കൂട്ടി കൊടുന്നതാണ്.
അപ്പോൾ മൂപ്പര വകയാണെന്ന് സ്പെഷ്യലായിട്ടുള്ള ബീഫ് ഉലർത്താണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഖത്തറിലുള്ള ഇവരുടെ മക്കൾ കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായ് താഴെ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ മറ്റുള്ളവർ ഉണ്ടാക്കിയിട്ട് തരണത് കഴിക്കുക എന്നുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. എന്നും നമ്മൾ ഉണ്ടാക്കുന്ന കുക്കിംഗ് എന്നല്ലേ. അപ്പോൾ ഞാൻ ഇത്താനോട് ആദ്യം തന്നെ ഏൽപ്പിച്ചായിരുന്നു ബിരിയാണി ഞാൻ വെക്കാം, ഇത്ത ബീഫ് ഉണ്ടാക്കിക്കോന്ന്. അപ്പോൾ മൂപ്പരാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് രണ്ടാൾക്കും കൂടി ഞങ്ങൾക്ക് ആ മറ്റേ സ്റ്റവിൻ്റെ അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്താക്ക് ഇവിടെ ഞാൻ സ്പെഷ്യലായിട്ട് ഇവിടെ സെറ്റപ്പാക്കി ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ബീഫ് ഇവിടെ കിടന്ന് തിളച്ച് മറിയുന്നുണ്ട്. ഇത് നല്ല വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കട്ടെ. വെന്ത ബീഫിന് ഈ സവാള അതിലേക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പെട്ടെന്ന് തന്നെ ഈ കുക്കിംഗ് കഴിഞ്ഞിട്ടാ. എനിക്ക് ഇഷ്ടമായി റെസിപ്പി. നമുക്കിത് വീണ്ടും ഇതിൻ്റെ റെസിപ്പിയൊക്കെ ചോദിക്കാം. ജീരകം ഒക്കെ ഇട്ടുന്ന കണ്ടു, ജീരകം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഞാനവിടെ വെറുതെ ഇരിക്കലായിരുന്നു കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഞാൻ ഗസ്റ്റിനെ കൊണ്ട് പണിയെടുപ്പിക്കണം. ഞാനവിടെ ചെമ്മീൻ കോക്കനട്ട് ഫ്രൈ ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇത്താണ് ഞാൻ കാണിക്കാത്തത്. അവർക്കൊന്നും വീഡിയോയിലോട്ട് വരാൻ താല്പര്യമില്ല കേട്ടോ. വീഡിയോയിൽ കാണുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. അപ്പോഴത്തേന് മോൾ എഴുന്നേറ്റ് വന്നിട്ട് മൈലാഞ്ചി ചുവന്നൊക്കെ കാണിച്ചു തരുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് മൈലാഞ്ചിയൊക്കെ ചുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു, ചിക്കനും ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്തത് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നിന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മക്കളവിടെ കുളി കഴിഞ്ഞ് വന്നിട്ട് അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ അവരത് കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ജ്യേഷ്ഠൻ്റെ വീടൊക്കെ തൊട്ടപ്പുറത്ത് തന്നെ ആയതുകൊണ്ട് ഇതിനിടയ്ക്ക് തന്നെ ഓരോരുത്തർ പുതിയ ഡ്രസ്സ് ഇട്ടവരൊക്കെ വന്ന് കാണിച്ച് തന്നിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് ഞാൻ സ്വീറ്റ്സ് എടുത്ത് കൊടുക്കുന്നുണ്ട്. പുഡിങ്ങാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇടയിലൂടെ അതൊന്നും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അവർ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുള്ളൂ. അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ ആഡ് ചെയ്യാം കേട്ടോ. അല്ലാണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ തിരക്കിലായി പോയി. അവരൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ട്, കുട്ടികളല്ലേ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു കുളി വിളിച്ചിട്ട് വന്നു. അത് കഴിഞ്ഞപ്പോൾ ഇത് കട 2 ജ്യേഷ്ഠന്മാർ 2 മക്കളാണ് കേട്ടോ. ഒരാൾ നാച്ചു, ഒരാൾ ചച്ചു. അപ്പോൾ നാച്ചു മോൻ്റെ കൂടെ തന്നെ കേട്ടോ. മോൻ്റെ സെയിം ഏജാണ്. അപ്പോൾ ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. ചച്ചു ചൈനയിലാണ്. അവർ വന്നിട്ടിപ്പോൾ കുറച്ചായി. കൊറോണയുടെയൊക്കെ മുന്നേ നാട്ടിൽ വന്നതാണ്. പിന്നെ ലോക്കായിട്ട് പോകാൻ പറ്റിയില്ല. ഇപ്പോൾ സമയം ഒരു 12:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ ടേബിളിൽ എടുത്ത് വെക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈദ് നമസ്കാരം കഴിഞ്ഞ് വന്നാൽ തന്നെ നമ്മൾ ഫുഡ് കഴിക്കൂട്ടോ. അതൊരു 10 മണിയാണെങ്കിലും 11 മണിയാണെങ്കിലും അപ്പം തന്നെ നമ്മൾ ഫുഡ് കഴിക്കും. എന്നിട്ടാണ് നമ്മളെ ഫാമിലീസിലൊക്കെ പോകുന്നത്. അമ്മായിയുടെ വീട്ടിലോട്ടൊക്കെ പോകല് അപ്പോഴാണ്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പെരുന്നാൾ സ്പെഷ്യലായിട്ടുള്ള ഫുഡ്. ചിക്കൻ ബിരിയാണി, ബീഫ് ഉലർത്തിയതും, ചെമ്മീൻ ഫ്രൈയും, അതുപോലെ തൈരുണ്ട്, ചമ്മന്തി, പിന്നെ പപ്പടം. അപ്പോൾ ഇപ്പോൾ ഇക്കാടെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള തന്നെയാണ്, ദൂരം നിന്നൊന്നും വരുന്നവരല്ല കേട്ടോ. പിന്നെ നമ്മളെ ഹോസ്പിറ്റലിലുള്ള ഡോക്ടറുണ്ട്. അപ്പോൾ അവരും ഫാമിലിയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് തന്നെ ഫാമിലി ഒന്നുമില്ല, ഡോക്ടർ മാത്രം വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവർ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അവർ ഡോക്ടർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ കുറച്ച് നേരമായി വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവർ കയറി അറ്റാക്ക് ചെയ്തു. അവർ കഴിക്കാനായിട്ട് തുടങ്ങി. ഡോക്ടർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിച്ചോളാൻ പറഞ്ഞപ്പം ഇവർ കയറി ഫുഡ് കഴിച്ചു. പിന്നെ പകുതി കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ എത്തിയത്. ഞാനും ഇത്തായും പിന്നെ ഒരുമിച്ച് പിന്നെയാണ് ഇട്ടിരുന്നത്. അപ്പോഴേക്കും നമ്മളെ ഡോക്ടറും കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ കൂടെ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കണേ എൻ്റെ വീഡിയോ എടുക്കണ കാരണം അവർക്ക് മനസ്സമാധാനമായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റണില്ല എന്നാണ് കേട്ടോ. അപ്പം ഞാൻ കൂടുതൽ വെറുപ്പിക്കാണ്ട് അവിടുന്ന് ഓഫ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളെ പെരുന്നാൾ ആഘോഷം. ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് അടിച്ചോളൂ. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.